ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. രാജുവും ഋതികമാടവും ഇങ്ങോട്ട് വരൂന്നല്ലേ നമ്മൾ കരുതിയത്. അതെ. എന്നാ കേട്ടോ, അവരിന്ന് വരൂല. എനിക്ക് തോന്നണതേ വർമ്മ സാറിന് അവരോടുള്ള ദേഷ്യം മാറിയെന്ന. ഈശ്വര, നീ രക്ഷിച്ചു. അല്ലേലും ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ. വർമ്മ സാറിന്റെ മനസ്സ് തങ്കമല്ലേ. അല്ല, ആരാ നിങ്ങളെ വിളിച്ചത്? വർമ്മ സാറാണോ? പിന്നെ ഒന്ന് ഓടിയോടുന്ന്. വർമ്മ സാറ് എന്നെ അങ്ങ് വിളിക്കല്ലേ. പിന്നെ ആരാ വിളിച്ചത്? രാജു. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം വെച്ചിരിക്ക. കല്യാണം കഴിഞ്ഞ് ദിവസങ്ങളായി ഒന്നിച്ച് താമസിക്കുന്ന അവർക്കെന്തിനാ ഇപ്പൊ ഒരു ശാന്തി മുഹൂർത്തം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ വെറും പൊട്ടി പെണ്ണാണെന്നോ? എവിടെ ഋതിക കെട്ടാൻ നടക്കുന്ന നിങ്ങളുടെ മണക്കൂസ മകൻ? അവനും കൂടെ അറിഞ്ഞോണ്ടാണോ നിങ്ങൾ ഈ വൃത്തിയോട് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? അംബികാമ്മയുടെ ഒന്ന് വിളിച്ച നാവുകൊണ്ടേ എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കല്ലേ. ഈ രമ്യ ആരാണെന്നേ നിങ്ങൾ അമ്മയ്ക്കും മകനും ശരിക്കും അറിയില്ല. രമ്യേ, മതി നിർത്ത്. നീ ആദ്യം കാര്യം എന്താന്ന് പറ. അവരൊരു സത്യവാസാവിത്രം. നിങ്ങക്ക് കാര്യം എന്തോന്ന് അറിയില്ലല്ലേ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രാജുവിന്റെ വീടിന്റെ പരിസരത്ത് ആരും കാണാതെ ഒളിച്ചും പാത്തും ഞാൻ കൊതുകടി കൊണ്ട് നിൽക്കുന്നതേ നിങ്ങൾക്കും നിങ്ങളുടെ മകനും കൂടെ വേണ്ടിയിട്ടാ. അല്ലാതെ എനിക്ക് വേണ്ടി മാത്രമായിട്ടല്ല. നിങ്ങൾ അവിടെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി വരണോ അതോ നിങ്ങളെ ശാന്തി മുഹൂർത്തം നിർത്തുന്നോ? ഓ, അതാണോ രമ്യയുടെ പ്രശ്നം? രമ്യേ, നീ ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ത് കേക്കാൻ? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ മകനുമേ ഈ ശാന്തി മുഹൂർത്തം പ്രശ്നമായിരിക്കില്ല. പക്ഷെ എനിക്കത് പ്രശ്നമാ. ദേ പെണ്ണെ, വെറുതെ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്ന ആദ്യം നീ കേൾക്ക്. അവര് കട്ടിലും നിലത്തുമായിട്ട് രണ്ടായിട്ടാണ് കിടപ്പെന്ന് ആദ്യം നീയല്ലേ എന്നോട് വിളിച്ച് പറഞ്ഞത്? ആ അതെ. അത് തെളിയിക്കാൻ ഒരു വഴി. അത്രേ ഞാൻ ഈ ശാന്തി മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. രാജുവിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ലേ? അവൻ അവന്റെ യജമാനത്തെ സേഫ് ആക്കണമെന്ന ഒറ്റ ചിന്തയിൽ മാത്രമാ ജീവിക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയല്ലല്ലോ. നിനക്കിപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പ്രതാപന്റെ മുന്നിൽ തെളിയിക്കണോ അതോ വേണ്ടയോ? വേണം. എങ്കി നീ കോള് കട്ട് ചെയ്തിട്ട് പോയി സമാധാനമായിട്ടിരിക്കെ. എനിക്കല്പം സ്വസ്ഥത താ. എനിക്കൊന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം താ. എന്താ അംബിക മേഡത്തിന്റെ പ്ലാൻ? എന്റെ കയ്യിലെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ട്. ഞാനത് ഋതികയുടെ റൂമിൽ ഒളിപ്പിച്ചു വെക്കും. അവര് സംസാരിക്കുന്നതെല്ലാം ആ ഡിവൈസിൽ റെക്കോർഡാവും. അവരെന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാലോ. നാളെ ഞാൻ റെക്കോർഡായ വോയിസ് പ്രതാപനെ കേൾപ്പിക്കും. അതോടെ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തുവരും. രാജുവും ഋതികയും തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലാന്ന് പ്രതാപന് മനസ്സിലായാ പിന്നെ നിന്റെയും ദീപകിന്റെയും പ്രശ്നങ്ങളൊക്കെ തീരും. വേണ്ട മാഡം, ഞാനിവിടെ നിന്നോളാം. എന്താ രാജുവിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. രാജു എന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? അത് ചൂട്. ചൂടോ? AC നല്ല കൂളിംഗിലാണല്ലോ ഉള്ളത്. പാൽ കുടിക്കേ. മാഡം, എനിക്ക് പാലൊന്നും വേണ്ട മാഡം. ഋതിക മാഡം പോയി കിടന്ന് ഉറങ്ങിക്കോ. ആ പാലെടുത്ത് കുടിച്ചോ. അപ്പോ രാജുവിന് ഉറങ്ങണ്ടേ? വേണ്ട മാഡം, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. രാജു, എന്താ മാഡം? തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ രാജു എന്റെ കഴുത്തിൽ താലി ചാർത്തിയതാണെന്ന് ഞാൻ നുണ പറഞ്ഞതാണെങ്കിലും അതിപ്പോ എല്ലാരും വിശ്വസിച്ചു കഴിഞ്ഞു. എല്ലാവരും അംഗീകരിച്ചും തുടങ്ങിയിരിക്കുന്നു. ആ നുണ നമുക്ക് സത്യാക്കിക്കൂടെ?
രണ്ടാളുടെയും നാടുകൾ തമ്മിലുള്ള ചേർച്ചയും പൊരുത്തമൊക്കെ നോക്കി ശാന്തി മുഹൂർത്തം തീരുമാനിച്ചിരിക്കുന്ന രാത്രി ഏത്? നമ്മളൊന്നാവുന്നതിൽ ആർക്കും എതിർപ്പില്ല രാജു. നമുക്ക് ഒന്നായിക്കൂടെ? അത് ഋതിക മാഡം, ഞാൻ ഒന്നും പറയണ്ട. രാജുവിന് പുതുതായി ഒന്നും പറയാനും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. രാജുവിന്റെ കണ്ണുകൾ എന്നോട് സംസാരിക്കട്ടെ.